എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തി ഒരു ഏറെ ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ്. രാജ്യത്തിന് വേണ്ടി കുറേ നാൾ സേവനം ചെയ്ത് റിട്ടയർഡായി നമ്മുടെ കേരള PSCയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അതിലും ഏറ്റവും മികച്ച റാങ്ക് നേടി. കേരള ബാങ്ക് ഇപ്പോൾ നിലവിൽ വന്നതിൽ 4ാം റാങ്ക് കേരള ബാങ്ക് OAയിലും കോഴിക്കോട് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ജയമോഹൻ സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം സാറിനെയൊക്കെ കാണുക എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ജോലിയിൽ റാങ്കിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. ഈ ഒരു നിമിഷം സാർ എങ്ങനെയുണ്ട്? കേരളത്തിലെ ഏറ്റവും മികച്ച കേരള ബാങ്ക് OA അല്ലേ, സ്റ്റേറ്റ് വൈഡില് 4ാം റാങ്ക് നേടി, ലാസ്റ്റ് ഗ്രേഡിലും കോഴിക്കോട് ജില്ലയിൽ 1ാം റാങ്ക്. ഇത് കിട്ടിയപ്പോഴത്തേക്ക് സാറിന്റെ ആ ഒരു സന്തോഷം എങ്ങനെയാണ്? സന്തോഷം, വലിയ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. ഈ കുറേ സാറുമാർ, എൻ്റെ എൻട്രിയിലുണ്ടായിരുന്ന സാറുമാർ, എല്ലാ സാറുമാരും, ഇപ്പോൾ സുജേഷ് സാറ്, പിന്നെ എൻ്റെ ഹെഡ് പ്രദീപ് സാറായിരുന്നു, ഒരു മെൻറ്റർ ഹരിപ്രേം മേഡമായിരുന്നു. പിന്നെ ഞാൻ സുജേഷ് പൊറക്കാട് സാറിൻ്റെ വിദ്യാലയം എന്നൊരു പുസ്തകം പഠിച്ചിട്ടാണ് PSCയിലേക്ക് വന്നത്. അപ്പോൾ സുജേഷ് സാർ വഴിയാണ് എൻട്രിയിൽ വന്നത്. പിന്നെ ഇവിടെയുള്ള അധ്യാപകന്മാർ നല്ല സപ്പോർട്ടുണ്ടായി. അങ്ങനെയാണ് എനിക്ക് ഈ കേരള ബാങ്കിൽ 4ാം റാങ്ക് കിട്ടിയത്. ഈ രാജ്യസേവനം കഴിഞ്ഞ് ഇവിടെ വന്ന് ഗവൺമെന്റ് ജോലി നേടണമെന്ന് ആഗ്രഹമായിരുന്നോ, അതോ വല്ല പ്രൈവറ്റ് ജോലിയിലോട്ടോ? പിന്നെന്താ ഈ ഒരു മോഹത്തിലോട്ട് വന്നത്, കേരളത്തിൽ ഒരു ജോലി നേടണം? അല്ല, ആദ്യം ഞാൻ പ്രൈവറ്റ് ജോലിയിലായിരുന്നു സാർ പോയത്. ആദ്യം കുറച്ച് പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്തു, കുറച്ച് ബിസിനസ് ചെയ്യാൻ നോക്കി. അപ്പോൾ ബിസിനസ് ഒന്നും അത്ര ശരിയായില്ല. അപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ PSC, അവരൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ PSC പഠിച്ചാൽ കുറച്ചുകൂടി ബെറ്ററാണ് ബിസിനസ് ചെയ്യുന്നതിനെക്കാട്ടും. അത് ചെയ്യുന്നതല്ല, നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഞാൻ എൻട്രി തിരഞ്ഞെടുത്താണ്. സുജേഷ് സാറിൻ്റെ വിദ്യാലയം പഠിച്ചിട്ടാണ് എൻട്രിയിലേക്ക് വന്നത്. അങ്ങനെ എനിക്ക് പ്രദീപ് സാറിൻ്റെ ക്ലാസ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രദീപ് സാറിൻ്റെ ബാച്ച് ചേരുക എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് പ്രദീപ് സാറിൻ്റെ ബാച്ച് ചേർന്നാൽ എനിക്കറിയാം നല്ല റിസൾട്ട് കിട്ടുമെന്ന് അറിയാമായിരുന്നു. ആദ്യം അറിയാം. അത് ഒരു സാധാരണ മനുഷ്യന് അത് സ്വാഭാവികമായ ഒരു പരിണാമമാണ്. ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയോ? കടൽ പോലെ കിടക്കുകയാണ്. നിങ്ങൾ ഇത്രയും വയസ്സും ഫ്രഷ് ആൻഡ് പിള്ളേരുമായിട്ട് മത്സരിക്കണം. എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പണിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇതിലോട്ട് വരണേ കിട്ടുമോ? കൊച്ചുകുട്ടികളെല്ലാം ഭയങ്കര മത്സരിക്കുന്നതല്ലേ, എനിക്ക് ഫാമിലി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയായിരുന്നു സർ? ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല അധ്യാപകന്മാരുണ്ട്, അവർ നല്ല ഗൈഡ് ചെയ്യുന്നുണ്ട്, അവർ നല്ല വഴി കാണിച്ചു തരുന്നുണ്ട്. ആ വഴിയിൽ പോയിട്ടുള്ളൂ. കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അവർ പറയുന്നത് കുറച്ച് ആഴത്തിലിരുന്ന് പഠിച്ചു. അതും അത്ര ഭയങ്കരമായി പഠിച്ചൊന്നും തോന്നില്ല. കാരണം അത്രയ്ക്കും സാറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അധ്യാപകന്മാർ അവരെ ഹാർഡ് വർക്ക്, അവരെ കൂടെ ഓടി അങ്ങനെയാണ് എത്താൻ പറ്റിയത്. ഈ നാട്ടിലും വീട്ടിലും വൈഫ് ഹൗസിലും ഒക്കെ എന്തോ ഇപ്പം പറയുന്നത്, ഇവിടെ വന്ന് ഇത്രയും നല്ല റാങ്ക് നേടിയപ്പം അവരൊക്കെ എന്താ പറയുന്നത്? സന്തോഷം തന്നെ അല്ലേ? മക്കളൊക്കെ എങ്ങനെ, കുടുംബത്തെ ഉള്ളത് 6ാം ക്ലാസ് പഠിക്കണം. 6ാം ക്ലാസ്സിൽ നിന്ന്. വൈഫിന് ജോലിയുണ്ടോ? ഇല്ല, ജോലിയില്ല. വൈഫ് പഠിക്കുന്നുണ്ടോ? PSC ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഇനി ഈ ഗവൺമെന്റ് ജോലി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികളോട് എങ്ങനെയാണ്, ഇവരോട് എന്തോ പറയും? ഇപ്പം താങ്കൾ എന്ന് പറഞ്ഞാൽ ഈ ഏജിൽ ഇറങ്ങിയിട്ട് ഇത്രയും നല്ല മാർക്ക് നേടി. അപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കിട്ടുമെന്നോ? ചിലവരുടെ ഭാഗത്ത് ഭയങ്കര നെഗറ്റീവ് അല്ലേ, ഇതിനി എപ്പോഴാ, എന്നാ ലിസ്റ്റ് വന്നെടുക്കുവോ എന്നൊക്കെ 100 ചോദ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു ആദ്യമേ? അത് PSC പഠിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ആശങ്ക ഉണ്ടാവും. എല്ലാവർക്കും ആശങ്കയും ടെൻഷനും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരിൽ വിശ്വസിക്കുക, അവരെ കൂടെ പോവുക, അവർ പറയുന്നത് എന്താണോ അത് അനുസരിക്കുക. അത് ഓവർ സ്മാർട്ട് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ലേസി ആവാൻ പാടില്ല. അവരെന്താ പറയുന്നത് അത് ആ വഴി ഫോളോ ചെയ്താൽ മതി. ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഏത് ഉയരങ്ങളും കീഴടക്കാൻ പറ്റും. പല കുട്ടികളും പറയാറുണ്ട്, ഈ വർഷങ്ങൾ പാടാണ്, ഇതെങ്ങനെ തലയിൽ നിൽക്കുന്നു, കറണ്ട് അഫേഴ്സ് വായിക്കാം. ഇതൊക്കെ എങ്ങനെയാണ് ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക്? വല്ല ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചോ, അതോ പോർഷൻസ് എങ്ങനെയായിരുന്നു പഠിത്ത രീതി? ഈ റാങ്ക് കിട്ടണമെങ്കിൽ സാധാ ഇപ്പം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, ഒരു അധ്യാപകന് ഒരിക്കലും ജോലി അടിച്ചു കൊടുക്കാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. പക്ഷെ നിങ്ങളാണ് ഹാർഡ് വർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഇറങ്ങുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ഞങ്ങളുടെ നോട്ട് കൂടാതെ ഈ പഠിത്തത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ആ ഒരു 6 മാസ കാലയളവിലൊക്കെ? സ്വന്തമായിട്ട് ഞാൻ അങ്ങനെ വലിയ പ്ലാനിംഗ് ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗോൾഡ് ബാച്ചിലായിരുന്നു ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു ദിവസത്തേക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ്, അന്ന് അവസാനമുള്ള ഒരു എക്സാം, പിന്നെ വീക്കിലി എക്സാം, അവരെല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഓൾറെഡി. നൈറ്റ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുറച്ച് തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് അല്ലാതെ ഒന്നും ചെയ്തില്ല. മാക്സിമം ഈ എൻട്രി എന്താണ് പറയുന്നത്, ഈ അധ്യാപകന്മാർ എന്താണ് പറയുന്നത് അതാണ് ഫോളോ ചെയ്തത്. എൻട്രിയിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രയോജനപ്പെട്ട? എൻട്രിയിലെ മോക്ക് ടെസ്റ്റുകളാണ് കൂടുതൽ ഉപകാരപ്പെട്ടത്. നെഗറ്റീവ് കുറച്ച് കുറഞ്ഞുകൊണ്ട്. അതെ,
റിവിഷൻ ബാക്കോ അവസാനമോ ഒക്കെ അതെ. കിട്ടിയ റിവിഷനൊക്കെ അതെ, റിവിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ഏറ്റവും നല്ല ഇനി പരീക്ഷകളുണ്ടോ മുന്നോട്ട്? ഇനിയും പരീക്ഷകൾ എഴുതണമെന്നാണ് ആഗ്രഹം. ഇനി ഉണ്ടല്ലോ എഴുതാനല്ലോ അല്ലേ? ജോലിക്ക് പോയിട്ട് പരീക്ഷ എഴുതണമെന്നാണ് ആഗ്രഹം. എഴുതണമെന്നാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പൊ ഒരു ജോലി നിപ്പുണ്ട് അല്ലേ? അതെ അതെ സാർ. കോട്ടയത്ത് NCC-യുടെ NCC ഇതിൽ തന്നെ അല്ലേ? ഇനി നല്ല റാങ്ക് നേടാനായിട്ട് വാശിയോടുകൂടി പോവുക. അതെ. ഈ വരുന്ന ഇപ്പം ഒത്തിരി കുട്ടികളോടുള്ള ഇപ്പം നിങ്ങൾക്ക് നല്ല റാങ്ക് നേടിയപ്പോൾ അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ്. നിങ്ങൾ ഇപ്പം പറഞ്ഞു, സാർ ഇപ്പം പറഞ്ഞു വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ല, തരുന്ന ടോപ്പിക്ക് പഠിച്ചേ. അപ്പം ഈ കുട്ടികൾക്ക് പല ആശങ്കയുണ്ട്. ഞാനും എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഇറങ്ങി തിരിച്ചാൽ നമുക്ക് അങ്ങ് പഠിച്ചാൽ മതി, വാശിയോടുകൂടി പഠിച്ചാൽ മതി. ഇവരോട് എങ്ങനെയാണ് ഇപ്പം നല്ല റാങ്ക് നേടിയതല്ലേ, ആ പഠിത്ത സ്റ്റൈല് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? PSC തുടക്കം പഠിക്കുന്നവർക്ക് എല്ലാവർക്കും സംശയങ്ങളുണ്ടാവും. അത് 10,000 കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ട്. അത് 2-3% പേര് മാത്രമേ ജയിക്കുന്നുള്ളൂ. സാധ്യത വിജയത്തിൻ്റെ ഒക്കെ കുറവാണ് സാധ്യത. പക്ഷേ അതിലെന്താ പ്രശ്നം വെച്ചാൽ മാക്സിമം ആളുകളും വിജയത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വിജയിക്കാൻ സാധിക്കും. കൂടാതെ നമ്മളെ അധ്യാപകന്മാർ അവർ നമുക്ക് കൂടെ എപ്പോഴും പിറകിലുണ്ടാവും. അവർ നമുക്ക് മോട്ടിവേഷൻ തരും, നമ്മളെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു മെൻ്റലി സ്ട്രെസ് വരികയാണെങ്കിൽ പോലും അവരത് കുറച്ച് ഈ ഞാനൊക്കെ പ്രദീപ് സാറിൻ്റെ ക്ലാസ്സൊക്കെ കാണുമ്പോൾ പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷൻ കേട്ടിട്ടാണ് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, ഭയങ്കര പ്രശ്നമായിരിക്കും. വീട്ടിലെ പ്രശ്നം, നാട്ടിലെ പ്രശ്നം, എല്ലാ പ്രശ്നവും ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ ദൂരീകരിക്കുന്നത് സാറിൻ്റെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോഴാണ് കുറച്ച് റിലീഫ് ആവുന്നത്. ഇപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികളോട് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല അധ്യാപകന്മാരുടെ അടുത്ത് അവർ പറയുന്നത് കേട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ജനിച്ച് വീഴുമ്പോൾ നമ്മളെ 2 കൈയിലെടുക്കാൻ 2 കൈകളുണ്ടാവും നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് മുൻകൂട്ടി പറയുന്നൊന്നുമല്ല, പക്ഷേ നമ്മൾ സ്വീകരിക്കാൻ 2 കൈകളുണ്ടാവും. നമുക്ക് പിച്ച വെച്ച് നടക്കാൻ ഒരു കൈകൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. നമുക്ക് ബോർഡിൽ എഴുതി തരും, സ്ലേറ്റിൽ എഴുതി തരും. അതേമാതിരി നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നു, നീന്താൻ പഠിപ്പിക്കുന്നു ആ കൈകളാണ്. ആ കൈകളാണ് നമുക്ക് ജീവിത അവസാനം വരെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മരിച്ചു പോയാലും നമ്മൾ എടുത്തു കൊണ്ടുപോകുക ആ കൈകളാണ്. അപ്പോൾ ആ കൈകൾ ആരുടേതൊക്കെയാണ് എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒത്തിരി സന്തോഷം ജയമോഹൻ സാറിൻ്റെ അവസാനത്തെ ഉപദേശമൊക്കെ കേട്ടിട്ട് ആ ഒരു വേടുകളൊക്കെ നമ്മൾ ലയിച്ചതും പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകഥയൊക്കെ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഓരോ ഉദ്യോഗാർത്ഥികളും മനസ്സിൽ വെക്കുക. കാരണം ഈ ഒരു ഏജിലും ഏറ്റവും നല്ല റാങ്ക് നേടണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാശിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഉണ്ടോ വലിയ ടെൻഷനില്ലാത്ത പ്രിപ്പറേഷൻ ആയിരുന്നു. തരുന്ന ടോപ്പിക്ക് കറക്റ്റായിട്ട് ഓർഡറിൽ കൊണ്ടുപോയി റിവിഷൻ നടത്തി ഏറ്റവും നല്ല റാങ്കിലെത്തിയതിന് ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പം നിങ്ങളുടെ മുമ്പിലെ ടെൻഷനെല്ലാം ഒഴിവാക്കുക. മുന്നോട്ട് ഒത്തിരി പരീക്ഷകൾ വരുന്നുണ്ട്. ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ടാവും. ഞങ്ങളെയൊക്കെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ജയമോഹൻ സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിൽ.